മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ. പ്രിയപ്പെട്ട മക്കളെ, എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് ഇതാ: നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തെപ്പോഴും ജപമാല ഉയരട്ടെ. വീടിൻ്റെ ചുറ്റിലും നടന്നുകൊണ്ട് ജപമാല ചൊല്ല്. താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ചുറ്റിലും നടന്ന് ജപമാല ചൊല്ല്. കൃഷിയിടങ്ങളിൽ ചുറ്റിലും നടന്ന് ജപമാല ചൊല്ല്. നിങ്ങളുടെ വാഹനമുണ്ടെങ്കിൽ വാഹനത്തിന് ചുറ്റിലും അകത്തും ഇരുന്നു കൊണ്ട് ജപമാല ചൊല്ല്. നിങ്ങളുടെ മുറിക്കകത്ത് അതോടെ നടന്നുകൊണ്ട് ജപമാല ചൊല്ല്. ജപമാല ചൊല്ലുന്ന സ്ഥലങ്ങളിൽ പിശാചിനോ അവൻ്റെ ശക്തികൾക്കോ ഇരിക്കാൻ പാർക്കാൻ പറ്റില്ല. അവിടെ സാത്താൻ്റെ തലയെ തകർത്ത അമ്മ മാതാവ് കടന്നു വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസം മുഴുവനും ജപമാല ചൊല്ല്. നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ല്. അതിലൂടെ അമ്മ നിൻ്റെ ഭവനത്തിൽ, നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ പ്രശ്നത്തിൽ, നിൻ്റെ സ്ഥലത്ത്, നിൻ്റെ സ്ഥാപനത്തിൽ, നിൻ്റെ വാഹനത്തിൽ വസിക്കട്ടെ, ഇരിക്കട്ടെ. മക്കളെ, അപ്രകാരം നമ്മൾ രക്ഷയുടെ മക്കളായി തീരട്ടെ. അതിന് തമ്പുരാൻ കർത്താവ് പരിശുദ്ധി അമ്മ വഴി നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം. റൂ ദു ബെക്ക്, പാരീസ്, ഫ്രാൻസ്. മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകളെ പറ്റി പഠിക്കുമ്പോൾ 1830 ഒരു നിർണായക കാലഘട്ടമാണ്. കാതറൈൻ ലബോറ എന്ന ചാരിറ്റി സമൂഹത്തിലെ സിസ്റ്ററിന് 1830 ജൂലൈ 18 മാതാവ് പ്രത്യക്ഷപ്പെട്ടതോടെ പല സ്ഥലങ്ങളിലും പിന്നീട് ശക്തമായ പ്രത്യക്ഷപ്പെടലുകളുണ്ടായി. നവംബർ 27 വീണ്ടും മാതാവ് കാതറൈന് പ്രത്യക്ഷപ്പെട്ട് അത്ഭുത മെഡൽ നിർമ്മിക്കുവാൻ ആവശ്യപ്പെട്ടു. 1831 ജൂണിൽ അങ്ങനെ ആ അത്ഭുത മെഡൽ നിർമ്മിക്കപ്പെട്ടു. കർത്താവായ ദൈവം കനിഞ്ഞു നൽകിയ വണക്കമാസത്തിലെ 7-ാം ദിനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. നമ്മൾ മറുനാടിൽ ജോലി ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവമേ, വിദൂരത്ത് ജോലി ചെയ്യുന്ന മകൻ, മകൾ, ഭർത്താവ്, ഭാര്യ, സഹോദരന്മാർ, സഹോദരി, ബന്ധുമിത്രാദികൾ, ഇവരെയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകായിരങ്ങൾ തൊഴിൽ രഹിതരായി വേദനിക്കുമ്പോൾ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കാരുണ്യവാനായ ദൈവമേ, അനാരോഗ്യപരമായ സാഹചര്യങ്ങൾ, പരിചയമില്ലാത്ത സ്ഥലങ്ങൾ, അവജ്ഞയോടെ നോക്കിക്കാണുന്ന ദേശവാസികൾ, വിശ്വാസപരമായ പരീക്ഷണങ്ങൾ ഏറെ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, പൈശാചിക പ്രലോഭനങ്ങൾ, ശത്രുക്കളുടെ കുള്ളതന്ത്രങ്ങൾ എന്നിവ അവരെ അലട്ടുമ്പോൾ അങ്ങയുടെ തിരുക്കരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും സംരക്ഷണം നൽകി അവരെ കാത്തുകൊള്ളണമേ. കർത്താവായ ദൈവമേ, അമ്മ മാതാവ് വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ജപമാലയിലൂടെ ഞങ്ങളുടെ ഈ വേദനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ നിന്ന്, സ്നേഹിക്കുന്നവരിൽ നിന്നുമുള്ള അകൽച്ച മൂലം പല പാപസാഹചര്യങ്ങളിലും വീണുപോകുന്ന മക്കളെ കരുതലോടെ കാത്തുകൊള്ളണം. തിരുഹൃദയത്തിൽ അവരെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപിതാവേ, കാവൽ മാലാഹമാരെ, പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, നിങ്ങൾ അവർക്കായി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നന്മ നിറഞ്ഞവളെ മേരി, നിന്നാമം വാഴ്ത്തിപ്പാടുന്നു. നന്മ നിറഞ്ഞവളെ മേരി, നിന്നാമം